Hi friends, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അതായത് ഒരു ആക്ഷൻ ക്യാമറയുടെ അൺബോക്സിംഗ് വീഡിയോ ആണ്. ഞാൻ വാങ്ങിച്ച ഒരു ക്യാമറയാണ് ഇത്. അപ്പോൾ അതിന്റെ ഒരു അൺബോക്സിംഗ് അതിന്റെ റിവ്യൂ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ക്യാമറ മറ്റേതുമല്ല, SJ Cam എന്ന കമ്പനിയുടെ SJ4000 Air എന്ന മോഡലാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് സാധനം. ഈ ക്യാമറയാണ്. ഓൺ ആക്കുമ്പോൾ ആക്കി. അപ്പൊ ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം. അതിന് മുമ്പ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. കൂടെയുള്ള ബെൽ ബട്ടൺ നിൽക്കുകയാണെങ്കിൽ എന്റെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോൺ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സാക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം. ഞാൻ ഫ്ലിപ്കാർട്ടിന്റെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ അതിന്റെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമുക്കിത് ബോക്സ് ഓപ്പൺ ആക്കുന്നു. അപ്പം ഇതാണ് ബോക്സ് വരുന്നത്. ഇതല്ലേ SJ4000 Air. ഫ്രണ്ടിൽ തന്നെ ഇത് 4K സപ്പോർട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. 4K 30 FPS സപ്പോർട്ട് ചെയ്യും. ഇവിടെ പിന്നെ വൈഫൈ ഇൻബിൾട്ട് ആണ്. നമുക്ക് മൊബൈലിൽ നിന്ന് സോഫ്റ്റ്വെയർ വെച്ചാണ് മൊബൈലിൽ കൂടെ നമുക്ക് ക്യാമറ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. ക്യാമറ, പിന്നെ അതിൻ്റെ മൗണ്ടിങ് കേസുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു QR കോഡ് ഉണ്ട്. ഇത് ജെന്യൂൻ ആണ് അല്ലേന്ന് തിരിച്ചറിയാനുള്ളൊരു QR കോഡാണ്. അത് നമുക്ക് അവരുടെ സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്താൽ കാണാം. അതിന് ബാക്കിൽ തന്നെ എൻ്റെ ഏകദേശം അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സീരിയൽ നമ്പർ. ഓക്കെ, ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം ബേസിക് ഒരു ക്യാമറയാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല GoProന്റെ ആ ക്വാളിറ്റി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് അതിൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് ഇതിന് വീഡിയോ എടുത്ത ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ തന്നെ ലാസ്റ്റിൽ. ഓക്കെ, അപ്പോൾ ഒരു ബോക്സ് എടുത്തു. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അതെടുത്തു. ഇത് ആക്സസറീസ് ബോക്സ് ആണ്. അതായത് നമുക്ക് മൗണ്ട് ചെയ്യാൻ, നമുക്ക് എവിടെയൊക്കെ വെക്കാൻ ഉപയോഗിക്കേണ്ടി എന്നുള്ള അതിനൊക്കെ ആക്സസറി ബോക്സ് ആണ് കാണുന്നത്. അതിൻ്റെ ടൂൾസുകൾ കുറേ ഉണ്ട്. കണ്ടില്ലേ? ഇപ്പം ആദ്യം ക്യാമറ ഒന്ന് എടുത്ത് നോക്കാം. കേസിന്റെ അകത്താണ് ക്യാമറ ഉള്ളത്. ഓക്കെ, കേസ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ക്യാമറ ഇത്രയ്ക്ക് പോകുന്ന ഒരു കുഞ്ഞ് ക്യാമറയാണ്. അതിലിവിടെയും എഴുതിയിട്ടുണ്ട് 4K വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡിൽ ഒന്ന് USB കണക്ടറാണ് ചാർജിങ്, പിന്നെ മൈക്രോ ഇത് മെമ്മറി കാർഡ് ഇൻസെർട്ട് ചെയ്യാനുള്ള ക്യാമറയും, പിന്നെ ഇപ്പുറത്ത് ഈ സൈഡിൽ ഇതിൻ്റെ പ്ലസ് ബട്ടണും മൈനസ് ബട്ടണാണ്. ഇനി ഓക്കെ എന്നുള്ളത് അതാണ് റെക്കോർഡിംഗ് ബട്ടണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ പവർ ബട്ടണും. ഓക്കെ, ഇനി നമുക്ക് ആക്സസറീസിൻ്റെ ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഇതെല്ലാം മൗണ്ട് നമുക്ക് എവിടെയൊക്കെ ഹെൽമെറ്റ്, കാറിലൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള എല്ലാ ഒരുവിധം കോമൺ ആയിട്ട് വരുന്ന എല്ലാ കിറ്റുകളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് GoPro അങ്ങനത്തെ ക്യാമറയോടെ ഒന്നും ഇത്രയ്ക്ക് കിറ്റുകൾ വരുന്നില്ല എന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ ഓരോരോ കിറ്റുകൾ. ഇതെന്തിനാന്നുള്ളതൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കണം. ഞാൻ യൂസ് ചെയ്തില്ല. അത് ഫസ്റ്റ് കിട്ടുന്നതുകൊണ്ടൊന്നും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അൺബോക്സിങ് വീഡിയോ ഇടുക മാത്രമേ ചെയ്യുന്നുള്ളൂ.
കണ്ടോ. ലാസ്റ്റ് വന്നിട്ട് ഇതൊരു സ്റ്റിക്കറാണ്. നമുക്ക് ചില ബൈക്ക് ഗോപ്രോ ഒക്കെ ഉപയോഗിക്കുന്ന അവർക്കുണ്ടാവും, വാഹനത്തിലൊക്കെ അവർ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും ഗോപ്രോ എന്നുള്ളത്. അതേപോലെ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറാണിത്. SJ Cam എന്ന് പറഞ്ഞാൽ അവരെ സ്റ്റിക്കറാണിത്. നമുക്കങ്ങനെ വേണമെങ്കിൽ പറിച്ചെടുത്ത് വണ്ടിമേലോ അല്ലെങ്കിൽ ബൈക്കുമേലോ ഹെൽമെറ്റുമേലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ യൂസർ മാനുവലാണ് ഇത് വരുന്നത്. ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടത് ഇതിൽ സാധാരണ ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് റീഡ് ചെയ്യണം കേട്ടോ, കാരണം ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ വോൾട്ട് എത്രയാണോ, ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റീഡ് ചെയ്യണം, എല്ലാവർക്കും നല്ലതായിരിക്കും. തിരിച്ച് നമുക്ക് ഇത് ബോക്സിലേക്ക് തന്നെ തിരിച്ചാക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ ഇത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ മൈക്കിനൊന്നും വലിയ ക്വാളിറ്റി ഇല്ല. കേസിൽ വെച്ച് കഴിഞ്ഞാൽ മൈക്ക് പിന്നെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മൈക്കിൽ വലിയ ക്വാളിറ്റി വരുന്നില്ല. എന്നാൽ നമുക്ക് ബേസിക് 4200 ആണ് ഇതിന് വന്നത്. ആ റേഞ്ചിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഗോപ്രോക്കൊക്കെ ഒരു ആവറേജ് 20,000 മുകളിലാണല്ലോ. അപ്പോൾ ഇത് കുഴപ്പമില്ല. സ്റ്റാർട്ടപ്പ് ഉള്ളവർക്ക് ഇത് ഏറ്റവും നല്ലതാണ്. ഇത് ഓണാക്കി നോക്കിയാൽ നേരത്തെ ഇതിന് കാരണം ഇതിൽ ചാർജ് ഇല്ല. അപ്പോൾ ചാർജിന് കുത്തിച്ചിട്ട് ഒന്ന് ഓണാക്കി നോക്കണം. എത്രയാണ് സാധനം ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന മുൻ്റെ മൊബൈലിൽ നിന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ ഇതിൽ നിന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ ഉള്ള ഒരു കമ്പാരിസൺ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. അതൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണായ Redmi Note 8 Pro എന്ന മോഡലിലെ ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. ഇനി നമുക്ക് ഈ ക്യാമറ ആക്ഷൻ ക്യാമറ ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ആ വീഡിയോ കാണാം. അപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് SJ Cam എന്ന ഷൂട്ടിംഗ് ക്യാമറ വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണായ Redmi Note 8 Pro എന്ന മോഡലിലെ ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. ഇനി നമുക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ചെയ്യണം. ഓക്കെ, ബൈ.